ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇത് നമുക്കൊരു പനീർ ബട്ടർ മസാല റെഡിയാക്കിയാലോ? അപ്പോൾ അതിനുവേണ്ടി ഫ്ലെയിമിലേക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ബട്ടറൊക്കെ നല്ലപോലെ ഒന്ന് മെൽറ്റായി വരുമ്പോഴേക്ക് ഇതിലേക്ക് 5 ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 2 ഏലക്ക കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 2 സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും 3 വെളുത്തുള്ളിയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സവാളയ്ക്ക് പകുതി ഒന്ന് വഴന്നു വരുമ്പോഴേക്കും ഇതിലേക്ക് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 2 വലിയ സൈസ് തക്കാളിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മീഡിയം സൈസ് ആണെങ്കിൽ 3 വരെ ചേർക്കാം. നല്ലപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. അതോടൊപ്പം തന്നെ ഇതിലേക്ക് കശുവണ്ടി, ഒരു 15 കശുവണ്ടി നല്ലപോലെ ഒന്ന് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്തെടുത്തതാണ്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റിൽ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത്. വീണ്ടും നമ്മൾ ഫ്ലെയിമിലേക്ക് പാൻ വെച്ച് 1 ടേബിൾ സ്പൂൺ ഓയിലും 2 ടേബിൾ സ്പൂൺ ബട്ടറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞതും 1 ബേ ലീഫും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1 സവാള നീളത്തിൽ അരിഞ്ഞത് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള വേണമെങ്കിൽ ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് ഇതേപോലെ വഴറ്റിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ജീരകം ക്രഷ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. അതും കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. ഇങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ബ്ലെൻഡ് ചെയ്ത് വെച്ച മിക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ജസ്റ്റ് ഒന്ന് തിളവന്ന് തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ ക്രീമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ക്രീം ചേർക്കുന്നത് ഓപ്ഷണൽ ആണ്. നമ്മളിങ്ങനെ ചേർക്കുമ്പോൾ ഇതിനൊരു ക്രീമി ടെക്സ്ചറും അതുപോലെ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റും കിട്ടും. അങ്ങനെ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് തിളവന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് പനീർ ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം. 200 ഗ്രാം പനീറാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അത് ഫുള്ളായിട്ട് ഇതേപോലെ ചേർത്ത് കൊടുക്കാം നമുക്ക്. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കസ്തൂരി മേത്തി ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് കയ്യിൽ വെച്ച് തന്നെ ക്രഷ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ആവശ്യത്തിന് മല്ലിയില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. അങ്ങനെ നമ്മുടെ നല്ല ക്രീമിയും ടേസ്റ്റിയുമായിട്ടുള്ള പനീർ ബട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.